ഡോക്ടർ ശശി തരൂർ എം പിയെ താക്കീത് ചെയ്ത കോൺഗ്രസ് നേതൃത്വം. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമല്ല ഇത്. പാർട്ടിയുടെ അഭിപ്രായം പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കണം. ഇന്ത്യ പാക് സംഘർഷത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി ഡോക്ടർ തരൂർ പ്രതികരിച്ച സാഹചര്യത്തിലാണ് താക്കീത് വന്നത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന്. അജീഷ്, ഡോക്ടർ ശശി തരൂരിൻ്റെ പ്രസ്താവന കോൺഗ്രസ് ക്യാമ്പിനെ അലോസരപ്പെടുത്തിയെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണ്. ശശി തരൂരും ഒപ്പം തന്നെ പാർട്ടിയുടെ നിലപാടും രണ്ട് വഴിക്ക്, അത് പല സംഭവങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല ശശി തരൂർ പാർട്ടിയുടെ അഭിപ്രായത്തിൽ നിന്ന് വിരുദ്ധമായിട്ട് സ്വന്തം അഭിപ്രായം പറയുന്നത്. ഇന്ന് വൈകിട്ട് AICC ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ശശി തരൂരിനെതിരെ വിമർശനമുണ്ടായത്. രാഹുൽ ഗാന്ധിയെ കൂടാതെ തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഒപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ശശി തരൂരും ഈ യോഗത്തിനുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഇന്ത്യ പാക് ഈ സംഘർഷം, ഇതിനെക്കുറിച്ച് ശശി തരൂർ നടത്തിയ പ്രതികരണങ്ങൾ പാർട്ടിക്ക് വലിയ തലവേദനയായി. അതിൽ താക്കീത് നൽകിയത്, ഇത് സ്വന്തം അഭിപ്രായം പറയേണ്ട സമയമല്ല ഇതെന്നായിരുന്നു താക്കീത് നൽകിയിരിക്കുന്നത്. ശശി തരൂരിന്റെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു: ഈ യുദ്ധം ഇത് ഒരു സീസ് ഫയറിൽ എത്തിയ സമയത്ത്, ഈ സംഘർഷം ഒരു സീസ് ഫയർ എത്തിയ സമയത്ത് കോൺഗ്രസ് പറഞ്ഞത് 1971 സ്ഥിതി, അത് ഇന്ദിരാഗാന്ധിയുടെ ചിത്രമൊക്കെ പങ്കുവെച്ചുകൊണ്ട്, ഇന്ദിരയായിരുന്നെങ്കിൽ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചതിനെ, ഇങ്ങനെ പെട്ടെന്നൊരു വെടിനിർത്തലിന് എത്തില്ലായിരുന്നു തുടങ്ങിയ അതായിരുന്നു കോൺഗ്രസിന്റെ അഭിപ്രായം. മാത്രമല്ല, ട്രംപ് ഇത്തരത്തിൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ, അതിനെയും കോൺഗ്രസ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഒരു മൂന്നാം കക്ഷി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടുന്നു, അത് മുമ്പ് ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം. എന്തായാലും 1971 സ്ഥിതിയല്ല 2025 ശശി തരൂർ പറഞ്ഞത്. മാത്രമല്ല, രാജ്യം ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് വെടിനിർത്തൽ തീരുമാനം അത് നന്നായിരുന്നു. അമേരിക്കയല്ല ആരായിരുന്നു ഇടപെട്ടാലും അത് കുഴപ്പമില്ല എന്നുള്ളൊരു സമീപനമായിരുന്നു ശശി തരൂർ എടുത്തത്. എന്തായാലും 1971 യുദ്ധത്തിൽ ഇന്ദിര അത് വീറോടെ നേരിട്ടു. ബംഗ്ലാദേശ് എന്നൊരു രാജ്യം രൂപീകരിച്ചു. 1972 സിംല കരാർ, അത് ഇന്ത്യയും പാകിസ്ഥാനും, കശ്മീർ വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷിപരമായിട്ടുള്ള ചർച്ചകൾ മാത്രമേ നടക്കുകയുള്ളൂ. ഒരു മൂന്നാം കക്ഷി, അത് അമേരിക്ക എന്നല്ല ഐക്യരാഷ്ട്രസഭയെ പോലും ഇടപെടിക്കാൻ സമ്മതിച്ചിരുന്നില്ല. അതിൽ നിന്നുള്ള വിപരീതമായൊരു സമീപനമാണ് ശശി തരൂർ സ്വീകരിച്ചത്. ഇതിനെതിരെയായിരുന്നു ഇന്നത്തെ വിമർശനമുണ്ടായത്. ഓക്കെ, താങ്ക് യു. അജിത് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.